മ്യാൻമറിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനത്തിൽ 20 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി പ്രാഥമിക റിപ്പോർട്ട്. ശക്തമായ ഭൂചലനത്തിന് പിന്നാലെ നൂറുകണക്കിന് ആളുകൾ കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങിയോടി. വിവരങ്ങളുമായി ഹരിത കരുണാകരനാണ് ചേരുന്നത്. ഹരിത, റിക്ടർ സ്കെയിൽ തീവ്രത വെച്ച് നോക്കുമ്പോൾ 7.7 എന്ന് പറയുന്നത് ചെറിയ തീവ്രതയൊന്നുമല്ല. ഏഷ്യ ഭൂഖണ്ഡം വിറയ്ക്കുമാറൊരു ഭൂചലനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് പുതിയ വിവരങ്ങൾ ലഭിക്കുന്നത്? തീർച്ചയായും കാളിദാസ്, ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ് എത്ര വലിയ ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നത്. ഇന്ത്യൻ സമയം പറയുകയാണെങ്കിൽ 11:50 അവിടുത്തെ പ്രാദേശിക സമയം പറയുകയാണെങ്കിൽ 12:50 ഈ ഒരു ഭൂചലനം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മധ്യ മ്യാൻമാറിലെ മന്റലിയിലാണ് ഭൂകമ്പം രേഖപ്പെടുത്തിയത്. തുടർന്ന് മ്യാൻമാറിൽ റിക്ടർ സ്കെയിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ വലിയ രീതിയിലുള്ള ഒരു ഭൂചലനമാണ് ആ പ്രദേശത്ത് അനുഭവപ്പെടുകയുണ്ടായത്. ഇതുവരെ നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് 20 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിലവിലും വളരെ വലിയ രീതിയിലുള്ള അമ്പരചുംബിയായിട്ടുള്ള നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണതിനാൽ മരണനിരക്ക് വരും മണിക്കൂറുകളിലും കൂടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതേസമയം തന്നെ റിപ്പോർട്ടുകൾ പ്രകാരം 48ഓളം തൊഴിലാളികൾ ഈ കെട്ടിടങ്ങളിലെല്ലാം കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എങ്കിലും ഈ എണ്ണം ഇനിയും കൂടാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് കൃത്യമായിട്ടുള്ള കണക്കുകൾ പറയാൻ സാധിക്കുന്നില്ല. എങ്കിലും തൊട്ടു പിന്നാലെ ഈ 7.7 തീവ്രത രേഖപ്പെടുത്തിയതിനു ശേഷം വീണ്ടും 6.8 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂചലനം ഉണ്ടായതായും കണക്കാക്കപ്പെടുന്നുണ്ട്. മണ്ഡലിയിൽ നിന്ന് ഏകദേശം 17.2 കിലോമീറ്റർ അകലെയുള്ള നഗരമാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നാണ് ഈ ജിയോളജിക്കൽ സർവേ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ മ്യാൻമാർ ഭരണകൂടം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ മറ്റ് രാജ്യങ്ങളോട് സഹായവും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ മ്യാൻമാറിന് സഹായം അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ എല്ലാ അടിയന്തര സഹായവും ചെയ്തു തരാമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതേസമയം മ്യാൻമാറിലെ ഈ പ്രശസ്തമായിട്ടുള്ള ഒരു പാലമുണ്ട്, ആവാ പാലം. ആ പാലം തകർന്ന ദൃശ്യങ്ങളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം ഈ മണ്ഡലിയിലെ ഒരു പള്ളി തകർന്ന ദൃശ്യങ്ങളും കാണുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, മരണനിരക്ക് നിലവിൽ 20 ആണെങ്കിലും വരും മണിക്കൂറുകളിൽ മരണനിരക്കും ഈ തൊഴിലാളികൾ ഈ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളും തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ആശുപത്രികളിലൊക്കെ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളും മറ്റും ഒരുക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത്രയും വലിയ രീതിയിലൊരു ഭൂകമ്പമാണ് ഈ മ്യാൻമാറിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ പ്രഭാവം മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ടെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തായ്ലൻഡിലൊക്കെ അതിന്റെ പ്രഭാവം പ്രകമ്പനം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേസമയം ഈ ഭൂകമ്പത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ഈ അമ്പരചുംബിയായിട്ടുള്ള കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതും ആ ഒരു ഭീതിയിൽ ആളുകൾ ഓടുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കാണുകയുണ്ടായി. അത്തരം വലിയ രീതിയിലുള്ള ഒരു പ്രകമ്പനമാണ് അല്ലെങ്കിൽ ഒരു ഭൂകമ്പമാണ് മ്യാൻമാറിൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ പരിണിത ഫലം എന്താണെന്ന് വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. കാളിദാസ്. ശരി, ഹരിത കരുണാകരനാണ് വിവരങ്ങൾ നൽകി.